24 ഇന്റലിജൻസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സാധ്യതകൾ പലതും തുടർ ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട്. വസ്തുതകളുടെ വീണ്ടെടുപ്പ് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. വിവരങ്ങളെ സ്വതന്ത്രമാക്കുകയാണ് 24 ഇന്റലിജൻസിൽ. ശബരിമല മകരവിളക്ക് ഉത്സവത്തിന് ശേഷം 3 വ്യക്തികൾക്ക് എന്തു സംഭവിക്കും? 24 ഇന്റലിജൻസ് ഇക്കാര്യം വിലയിരുത്തുകയാണ്. ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയതിനു പിന്നാലെ നടയടച്ച തന്ത്രി ആ പദവിയിൽ തുടരുമോ? ശബരിമല വിധിയിൽ വിയോജിച്ച് വിശ്വാസികൾക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ച വിശ്വാസിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കസേര സർക്കാർ തെറിപ്പിക്കുമോ? ശബരിമല വിഷയത്തിൽ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ച് സർക്കാരിന്റെ നിലപാടിൽ സംശയമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നാൻ കാരണക്കാരനായ ദേവസ്വം മന്ത്രിയുടെ വകുപ്പ് മാറ്റുമോ? 24 ഇന്റലിജൻസ് അന്വേഷിക്കുന്നു. ബിന്ദുവും കനകദുർഗയും ദർശനം നടത്തിയതിനു പിന്നാലെ ശബരിമല നടയടച്ച് ശുദ്ധിക്രിയകൾ നടത്തിയ തന്ത്രിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചോദ്യം ചെയ്തിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവരോട് ദേവസ്വം ബോർഡ് വിശദീകരണം തേടിയിരിക്കുകയാണ്. തന്ത്രിയെ മലയിറക്കാൻ പറ്റുമോ എന്ന ആലോചന സജീവമാണ്. ദേവസ്വം മാനുവലും തന്ത്രിയുടെ പദവിയും ചൂണ്ടിക്കാട്ടി രാജീവരെ ഒഴിവാക്കാനാണ് നീക്കം. തന്ത്രി കുടുംബത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി പ്രശ്നം വഷളാക്കാനും ശ്രമമുണ്ടായി. എന്നാൽ തന്ത്രിക്കൊപ്പമാണ് ശബരിമല കർമ്മസമിതിയും ആചാര സംരക്ഷണ സമിതിയും NSS അടക്കമുള്ളവരും. മലയിറങ്ങാൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെങ്കിലും തന്ത്രി കണ്ഠരര് രാജീവര് അതിനെ അതിജീവിക്കുമെന്നാണ് 24 ഇന്റലിജൻസിന് കിട്ടുന്ന റിപ്പോർട്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറും മലയിറങ്ങുമെന്ന് ചിലർ കരുതുന്നുണ്ട്. വിശ്വാസികൾക്കൊപ്പം നിന്നു എന്ന് മാത്രമല്ല, ആചാര സംരക്ഷണത്തിനു വേണ്ടി നടന്ന സമരങ്ങളെ പത്മകുമാർ പിന്തുണയ്ക്കുക കൂടി ചെയ്തു. മുഖ്യമന്ത്രിയും CPIM-ഉം പത്മകുമാറിനെ പലവട്ടം തള്ളിപ്പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പത്മകുമാറിനെ അപമാനിക്കുകയും ചെയ്തു. പത്മകുമാർ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിക്കുന്ന വിവരം. പക്ഷേ സമ്മർദ്ദമേറി വന്നാൽ പദവിയൊഴിഞ്ഞ് മറ്റു വഴികൾ തേടാൻ മടിക്കില്ലെന്ന് പത്മകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞതായി വിവരങ്ങളുണ്ട്. പത്മകുമാറിന് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് കോൺഗ്രസും BJP-യും. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നില അത്ര ഭദ്രമല്ലെന്ന് ഉപശാലകളിൽ കേട്ടു തുടങ്ങിയിട്ട് കുറച്ചുനാളായി. ശബരിമല യുവതീ പ്രവേശന വിധിക്ക് ശേഷം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിൽ പലതും സർക്കാരിന്റെ നിലപാടുകളല്ലെന്ന് CPIM-നും മുഖ്യമന്ത്രിക്കും വിശദീകരിക്കേണ്ടി വന്നു. ശബരിമല നടയടയ്ക്കുന്നതോടെ കടകംപള്ളിയുടെ വകുപ്പ് മാറുമെന്ന് ചില സൂചനകളുണ്ട്. CPIM-ലും ഇക്കാര്യത്തിൽ കാര്യമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ശബരിമല വിധിക്ക് മുൻപും ശേഷവും എന്ന നിലയിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയെന്ന് കരുതുന്നവരുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന നിർണായക ശക്തിയാകും ശബരിമല. ശബരിമലയെ കേന്ദ്രീകരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ സൂചനകളാണ് 24 ഇന്റലിജൻസിന് ലഭിച്ചത്. BJP-ക്ക് പിന്നിൽ ഹിന്ദു മുന്നോക്ക വിഭാഗങ്ങൾ അണിനിരക്കുന്ന തരത്തിൽ NSS-ന്റെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. SNDP-യും KPMS-ഉം ഇടതുമുന്നണിക്കൊപ്പം നിന്നേക്കാം. ഹിന്ദു മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ ധ്രുവീകരണമായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകുക. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോരാട്ടത്തിന് മേമ്പൊടിയാകുക ജാതി രാഷ്ട്രീയമായിരിക്കും. NSS-ഉം SNDP-യും KPMS-ഉം നിർണായക സ്വാധീന ശക്തികളാകുന്ന തെരഞ്ഞെടുപ്പിനായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക. SNDP-യും KPMS-ഉം ഇടതുമുന്നണിയെ പിന്തുണയ്ക്കും. പരസ്യ പിന്തുണ ഉണ്ടാവില്ലെങ്കിലും ഇടതു സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഈ സംഘടനകളുടെ സ്വാധീനമുണ്ടാകും. ഒരു മണ്ഡലത്തിൽ SNDP KPMS-ഉം പിന്തുണയ്ക്കുന്ന പൊതുസമ്മതനെ ഇടതുമുന്നണി പരിഗണിച്ചേക്കാം. NSS ഇത്തവണയും
പുറമേക്ക് സമദൂരം പറയും. എന്നാൽ ചില മണ്ഡലങ്ങളിൽ ദൂരം കുറയും. BJPക്ക് സ്വാധീനമുള്ള ചില ലോക്സഭാ സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം NSSന്റെ മനസ്സറിഞ്ഞായിരിക്കും. ശബരിമല കർമ്മസമിതിയുടെ ചില നേതാക്കൾ BJP NSS പിന്തുണയോടെ മത്സരിക്കും. NSS താലൂക്ക് യൂണിയനുകൾ ശബരിമല വിഷയം കെടാതെ തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്തും. ഇതിനായി അവർ പദ്ധതി മെനയുന്നുണ്ട്. താലൂക്ക് കേന്ദ്രങ്ങളിൽ വനിതകളെ അണിനിരത്തി നാമജപം സംഘടിപ്പിക്കും. 10% മുന്നാക്ക സംവരണം NSS BJP ബന്ധം കുറെ കൂടി ദൃഢമാക്കി. BJP ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത മണ്ഡലങ്ങളിൽ NSS കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കിയേക്കുമെന്ന് 24 ഇന്റലിജൻസിന് വിവരം ലഭിച്ചു. പക്ഷേ സ്ഥാനാർത്ഥി സ്വീകാര്യനാകണം എന്നു മാത്രം. KPCC ഡിജിറ്റൽ വിഭാഗം കൺവീനറായി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ നിയമിച്ചതിനെതിരെ കോൺഗ്രസിൽ ഇനിയും പ്രതിഷേധമുണ്ടാകും. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് പഴയകാല KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. പലരും തിരശ്ശീലയ്ക്ക് പിന്നിൽ കരുക്കൾ നീക്കുകയാണ്. K അച്യുതന്റെ മകൻ സുമേഷ് അച്യുതനെ KPCC OBC വിഭാഗം കൺവീനറാക്കിയത് പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയാതെയായിരുന്നുവെന്ന് പലരും അടക്കം പറയുന്നുണ്ട്. പഴയകാല യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ സംഘടിതമായി അനിൽ ആന്റണിയുടെ സ്ഥാനലബ്ധിയെ എതിർക്കുകയാണ്. ഇതിൽ പലരും തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറായിട്ടില്ല എന്നു മാത്രം. പക്ഷേ KSUവിന്റെ മുൻ പ്രസിഡന്റുമാരിൽ ചിലർ അനിൽ ആന്റണിക്കെതിരെ പരസ്യമായി നിലപാടെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ പോലെ KSUവിലോ യൂത്ത് കോൺഗ്രസിലോ പ്രവർത്തിച്ച പരിചയം അനിലിന് ഇല്ല. എതിർപ്പിന് കാരണവും ഇതാണ്. അനിലിന്റെ ഡിജിറ്റൽ മീഡിയ പരിചയം ചൂണ്ടിക്കാട്ടി A ഗ്രൂപ്പ് നേതാക്കൾ ന്യായീകരിക്കുമ്പോൾ AK ആന്റണിയുടെ മുൻകാല ആദർശ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടി നിയമനത്തെ എതിർക്കുകയാണ് പഴയകാല യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളിൽ ചിലർ. ഇതിനിടെയാണ് മുൻ ചിറ്റൂർ MLA K അച്യുതന്റെ മകൻ സുമേഷ് അച്യുതനെ KPCCയുടെ OBC വിഭാഗം കൺവീനറാക്കിയത്. ഈ തീരുമാനം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിഞ്ഞില്ല എന്ന വിമർശനം ഉയരുന്നുണ്ട്. തർക്കം തീർന്നിട്ട് മതി കമ്മിറ്റികളുടെ യോഗമെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കേരളത്തിലെ കോൺഗ്രസിലെ പല നേതാക്കളും ദില്ലി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഇവരിൽ അധികവും സീറ്റ് മോഹികൾ തന്നെയാണ്. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കാണാൻ സമയം തേടി കാത്തിരിക്കുന്നവരുമുണ്ട്. എറണാകുളത്തെ കോൺഗ്രസ് നേതാവ് KV തോമസിന് സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് ഒരു സംഘം കോൺഗ്രസ് നേതാക്കൾ അടുത്തയാഴ്ച രാഹുൽ ഗാന്ധിയെ കാണാൻ സമയം ചോദിച്ചിട്ടുണ്ട്. പറ്റിയാൽ സോണിയാഗാന്ധിയെയും ഇവർ കാണും. എറണാകുളത്ത് നിന്ന് ഒരു സംഘം കോൺഗ്രസുകാർ അടുത്തയാഴ്ച ഡൽഹിയിലെത്തും. അവരുടെ ആവശ്യം KV തോമസിന് സീറ്റ് നൽകരുത് എന്നതാണ്. KV തോമസിന് പകരം പരിഗണിക്കേണ്ട ചില പേരുകൾ ഈ സംഘത്തിന്റെ കൈവശമുണ്ട്. KV തോമസിനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം എതിർപ്പുകൾ പതിവാണ്. 10ാം നമ്പർ ജനപഥിൽ KV തോമസിനുള്ള സ്വാധീനം അറിയാത്തവരാണ് ഈ നിവേദക സംഘത്തിലുള്ളതെന്ന് വേണം കരുതാൻ. മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ KV തോമസ് തന്നെ എറണാകുളത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. $670 ദിവസം പിന്നിടുന്ന പുതുവൈപ്പിനിലെ IOC പ്ലാന്റിനെതിരായ സമരം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനുവരി 25-ന് ശേഷം പുനരാരംഭിക്കുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിന് പോലീസ് സംരക്ഷണം ഒരുക്കുകയും വേണം. വീണ്ടും പണി തുടങ്ങുന്നതോടെ പദ്ധതി പ്രദേശത്ത് സമരം കടുക്കും. അത് മാരകമാകുകയും ചെയ്യും. കരുതിയിരിക്കാൻ കൊച്ചി സിറ്റി പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടുമുണ്ട്. പുതുവൈപ്പിനിലെ IOC പ്ലാന്റിനെതിരായ സമരത്തിന് ഇടയ്ക്ക് തീവ്രത കുറഞ്ഞിരുന്നു. കൊച്ചിയിൽ പുതുവൈപ്പിൻകാർ നടത്തിയ സമരത്തിൽ പോലീസ് ഇടപെടലുണ്ടാവുകയും
യതീഷ് ചന്ദ്ര സമരാനുകൂലികളെ തല്ലിച്ചതച്ചതും ആരും മറന്നിട്ടില്ല. ഇതോടെ സർക്കാർ ഇടപെടുകയും IOC നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ജനുവരി 25-ന് ശേഷം പ്ലാന്റ് നിർമ്മാണം തുടങ്ങും. ഇതോടെ സമരം കടുക്കും. 1.5 വർഷം പിന്നിട്ട സമരം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുമെന്ന് സമരസമിതി വ്യക്തമാക്കി കഴിഞ്ഞു. സമരം അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോലീസിനും ഈ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിക്കുന്നതോടെ പ്രതിഷേധം ശക്തമാകും. പോലീസ് അതിനെ നേരിടുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പ്രഖ്യാപനങ്ങൾ ഉടൻ നടത്തും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചില ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് നരേന്ദ്രമോദി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കരുതൽ ധനത്തിൽ നിന്നും ഒരു ഭാഗം കേന്ദ്ര സർക്കാരിന് നൽകാമെന്ന് തത്വത്തിൽ അറിയിച്ചിട്ടുണ്ട്. ആ തുക ലഭിച്ചാൽ ചില കർഷക ക്ഷേമ പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇടക്കാല ലാഭവിഹിതമായി 30,000 മുതൽ 40,000 കോടി രൂപ വരെ കേന്ദ്രത്തിന് നൽകാൻ RBI തത്വത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തുക ഫെബ്രുവരിയിൽ കേന്ദ്രത്തിന് ലഭിക്കും. അതായത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആവശ്യമായ പണത്തിന്റെ ഒരു വിഹിതം RBI നൽകും. കർഷകർക്കുള്ള ചില സമാശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കാനാണ് നരേന്ദ്രമോദി തയ്യാറെടുക്കുന്നത്. വരുമാനം കുറഞ്ഞ കർഷകർക്ക് പ്രതിമാസം നിശ്ചിത തുക നൽകാനാണ് കേന്ദ്രത്തിന്റെ ആലോചന. പദ്ധതി തയ്യാറാക്കാൻ കാർഷിക മന്ത്രാലയത്തോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായാണ് വിവരം. അപ്രതീക്ഷിതമായി മുന്നാക്ക സംവരണ തീരുമാനം പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ നരേന്ദ്രമോദി ഈ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് BJP നേതാക്കൾ നൽകുന്ന സൂചന. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് കാരണം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണെന്ന് BJP വിലയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉടൻ പ്രതീക്ഷിക്കാം. ഇന്റലിജൻസ് ഇനിയും വരും. മൺമറഞ്ഞ വസ്തുതകളെ പുറത്തു കൊണ്ടുവരാൻ. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.